പിണറായി വിജയന്റെ മകൾ വീണയുടെ ലേക്കർ ഇന്ത്യ കോർപ്സ് ഓഫീസ് ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ഓഫീസ് ഒരു ഒറ്റമുറിക്കെട്ടോ ഇത് അടഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് മാനേജിംഗ് പാർട്ണർ അനീസിന്റെ പേരിലാണ് വാടക കരാറെന്നും പറയുന്നുണ്ട്. കുറെ നാളായിട്ട് അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഈ കെട്ടിടം മാത്രം കാണിച്ചിട്ടുകൊണ്ടാണോ ഇന്റർനാഷണൽ തലത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് ഇതൊക്കെ മാറുന്നത്? ഇനി മാത്രമല്ല, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഇഡി റെയ്ഡ് നടത്തി. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് CPMന്റെ നിഖിലിന്റെ ഈ പറയുന്ന കമ്പനിയിലടക്കം റെയ്ഡ് നടത്തി. ഇതിൽ പറയുന്നത് വീണ നിഖിലുമായി ബന്ധപ്പെട്ട് ചില പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ നന്ദുലാലുമായി ബന്ധപ്പെട്ട് ചില സിം കാർഡുകൾ ശേഖരിച്ചത് വീണയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാം ഇടനില നിൽക്കണമെങ്കിൽ അതിനകത്ത് മുഹമ്മദ് റിയാസ് ഉണ്ടാകണമല്ലോ. ഇവരെല്ലാം മുഹമ്മദ് റിയാസിന്റെ കോളേജ് മുതലുള്ള സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. ഇപ്പൊ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇനി ഈ പിണറായി വിജയൻ എങ്ങനെ കവചമൊരുക്കുമോ അതിനേക്കാൾ മികച്ച രീതിയിൽ ഈ മുഹമ്മദ് റിയാസിന് കവചമൊരുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ED വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഒരു പത്രക്കുറിപ്പോടെ പുറത്തിറക്കിയതിൽ ഒരു കാര്യം വ്യക്തമാണ്: മുഹമ്മദ് റിയാസിനെ തൂക്കും. തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ ഞെട്ടിക്കുന്ന കുറേയേറെ വിവരങ്ങളാണല്ലോ. ഇപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇഡിയുടെ കയ്യിൽ എത്താവുന്നിടത്തോളം എത്തി, ഇനി അങ്ങോട്ടൊന്നും ഇല്ല. അപ്പോൾ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ചിട്ട് ഈ എക്സാലോജിക്കിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയ ആൾ എന്ന നിലയിൽ വീണ സാഷ്ടാംഗം നമിച്ച് ഞാനല്ല, എൻ്റെ അച്ഛൻ ചെയ്ത സേവനത്തിന് എനിക്ക് തന്ന കള്ളപ്പണമാണ്, അല്ലെങ്കിൽ കൈക്കൂലിയാണ്, അല്ലെങ്കിൽ അഴിമതിപ്പണമാണെന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാനുള്ള പണിഷ്മെൻറ്റോ കൊടുത്താൽ തീരും നമ്മൾ വിചാരിച്ചത്. അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറമാണ് ഈ കേസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കേസ് എനിക്ക് തോന്നുന്നു, ഈ വീണ തൈക്കണ്ടി എന്ന വ്യക്തിക്ക് സ്വന്തമായി ക്രിയേറ്റീവായ ഒരു കമ്പനിയും അവരിതുവരെ നടത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അവർ നടത്തിയിരുന്നു എന്ന് പറയുന്നതിനെ പോലും സംശയിക്കണം. അത് സംബന്ധമായ അന്വേഷണം നടത്തണം. അവർ വലിയ കമ്പനിയിലൊക്കെ ജോലി ചെയ്തിരുന്നു എന്ന് അവരുടെ ഭർത്താവ് പറയുന്നുണ്ട്. പക്ഷേ സംശയാസ്പദമാണ്. കാരണം അവരുടെ പേരിൽ പുറത്തു വന്ന 2 കമ്പനിയും ഭൂമിയിൽ നിലവിലില്ല. അവർ വലിയ ഇടപാടുകൾ നടത്തിയ കമ്പനിയല്ലേ എക്സാലോജിക്ക്. അതെവിടെയുണ്ട്? AKG സെൻറ്ററിലാണ് അത്ര ആഫീസ്. AKG സെൻറ്ററിൻ്റെ പണി അതാണോ? കച്ചവടം നടത്തലാണോ? അതിന് വാടക കൊടുക്കാമല്ലോ. അവിടെ ആകെ വാടക കൊടുക്കുന്ന ഓഡിറ്റോറിയം മാത്രമേ ഉള്ളൂ. വേറെ എന്താ ഉള്ളത്? അപ്പോൾ എക്സാലോജിക്കിൻ്റെ അഡ്രസ്സ് കെയർ ഓഫ് പിണറായി വിജയൻ, AKG സെൻറ്റർ, തിരുവനന്തപുരം. അവിടെ അങ്ങനെ കമ്പനി ഉണ്ടോ? ഇല്ല. ഉണ്ടെന്ന് ആർക്കും പറയാനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ആ കമ്പനി ഉണ്ടാകുന്നത്? ഒന്ന്, ഇപ്പോൾ വന്ന കമ്പനി ബേക്കേഴ്സ്, എന്താ? ലേക്കർ ഇന്ത്യ അതാണ് കമ്പനിയുടെ പേര്. ലേക്കർ ഇന്ത്യ കോർപ്പ് ഓഫീസിന്റെ അഡ്രസ്സ് തേടി ആളുകൾ ചെന്ന് നോക്കുമ്പോൾ കൃത്യമായ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന്റെ ഹൂസ് എല്ലാം വേണമല്ലോ, അഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ അഡ്രസ്സ് കൊടുത്ത് നോക്കുമ്പോൾ കെട്ടിട നമ്പർ ഉണ്ട്, ഫ്ലോർ 1ാം ഫ്ലോറാണ്, ഇത്ര നമ്പർ മുറിയാണ്, ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനെ ആ ഒരു കമ്പനിയേ ഇല്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അക്കമ്പനിയും കടലാസ് കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ പേരിൽ എത്ര ഇടപാട്? ഈ കമ്പനിയുടെ പേരിൽ പോലീസ് ഇപ്പോൾ ED കണ്ടെത്തിയത്, EDയുടെ നിരീക്ഷണ പ്രകാരം, അവരുടെ സംശയപ്രകാരം, ഊഹപ്രകാരം കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 85 ലക്ഷം അല്ലേ? അതെ. ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു ഒറ്റമുറി സ്ഥാപനത്തിൽ അവിടെ ഒരു ഓഫീസ് ഉണ്ടെന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ വ്യാവസായിക പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. 2023 മുറി വാടകയ്ക്ക് നൽകിയെന്ന് കെട്ടിട ഉടമ മുഹമ്മദ് അലി വെളിപ്പെടുത്തുന്നുണ്ട്. ലേക്കർ ഇന്ത്യയുടെ പാർട്ണറായ അനീസിന്റെ പേരിലാണ്. അപ്പോൾ അവിടെയും വീണയ്ക്ക് ഒരു പാർട്ണറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ പാർട്ണറെ എവിടുന്ന് കിട്ടി? ഇപ്പം മാഷ് പറഞ്ഞ പോലെ 85 ലക്ഷം രൂപ വീണ ദുബായിലേക്ക് കൈമാറി. ഈ സംഭവത്തിൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ED നീക്കം നടത്തുന്നുണ്ട്. ഇതേ കാര്യം നേരത്തെ ഒരുപക്ഷെ നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. അതായത് പിണറായി വിജയനും ഭാര്യയും മകളുമൊക്കെ നടത്തുന്ന പണമിടപാട് വളരെ ദുരൂഹമാണ്, അതേക്കുറിച്ച് അന്വേഷിക്കണം. ഏതാണ്ട് സെയിം ആയില്ലേ കാര്യങ്ങൾ? കേസസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസ്, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാലോ, ശിവശങ്കർ, then Honorable Chief Minister, his wife Kamla, his daughter Veena, CM Ravindran, his secretary, Nalini Netto IAS, KT Jalil, then Minister. ഇതെല്ലാം തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ way back in 2016 ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ദുബായിൽ പോയ സമയത്താണ് ആദ്യമായിട്ട് ശിവശങ്കർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺസുലേറ്റിൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഒരു ബാഗ് മറന്നുപോയി, ആ ബാഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തിച്ച് തന്നെ ആവണം. അങ്ങനെ നമ്മളുടെ കോൺസുലേറ്റിൽ ഒരു ഡിപ്ലോമാറ്റ്
അഹമ്മദ് അൽ ദുക്കി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിന്റെ കയ്യിലാണ് ഈ ബാഗ് കൊടുത്തുവിടുന്നത്. ആ ബാഗ് കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ അത് കറൻസി ആയിരുന്നു. തീർച്ചയായിട്ടും ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള വിവരം വന്നത്. ഈ രണ്ട് കമ്പനികളും പരസ്പരം ബന്ധമുള്ളതാണ്. ഒന്ന്, ഇവിടുത്തെ അഴിമതി പണം കൊണ്ടുവന്ന് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള ഒരു കമ്പനി. ഈ പണം ദുബായിലേക്ക് ഹവാലയായി കടത്താൻ അടുത്ത കമ്പനി. പിന്നെ ദുബായിൽ നിന്ന് എളുപ്പമാണ്. ദുബായിൽ എത്തിക്കിട്ടിയാൽ പിന്നെ അത് NRI പണമായിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, വെളുപ്പിച്ചു കൊണ്ടുവരാം. അതിനുള്ള സംവിധാനങ്ങൾ ആരാണ് ചെയ്തു കൊടുക്കുക? അതാണ് മൂന്നാമത്തെ സംവിധാനം. ഇപ്പോൾ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്താണ് പണി? ഒരു കാര്യം കൂടിയുണ്ട്. മുഹമ്മദ് റിയാസിന്റെ കമ്പനികൾ ടൂറിസത്തിൽ ജോലി ചെയ്യുന്നവനാണ്. എന്നുവെച്ചാൽ ടൂറിസം കമ്പനിയുടെ കാര്യമായ പോസ്റ്റിലുള്ളവനാണ് ഒരുത്തൻ. അപ്പോൾ ആലോചിച്ചു, ഈ വന്ന ആളുകളൊക്കെ തന്നെ എന്താണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മറ്റേ KTDCയിൽ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ടൂറിസം ആണ്. അന്ന് മന്ത്രി മുഹമ്മദ് റിയാസാണ് മന്ത്രി. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും അഴിമതിയിലൂടെ പണം ഉണ്ടാക്കുന്നു. അത് വീട്ടിലിരുന്ന് വെളുപ്പിച്ചു കൊടുക്കാൻ കടലാസ് കമ്പനി ഉണ്ടാക്കി വീണ. ഇത് വിദേശത്തേക്ക് കടത്തിയിട്ട് വെളുപ്പിക്കുന്നു. ഇതാണ് പണി. ഇതാണല്ലോ ഡോളർ കടത്ത്. സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ നമ്മൾ അവർ പാർട്ടിയെ തകർക്കാൻ, പിണറായി വിജയനെയും കുടുംബത്തെയും നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ഇതൊക്കെ കണ്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ഇപ്പോൾ ഉടലോടെ പുറത്തുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ. ഇതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഈ കുട്ടി, ഞാൻ മനസ്സിലാക്കുന്നത് വീണ തൈക്കണ്ടി എന്ന വ്യക്തിക്ക് പിണറായി വിജയൻ്റെ മേൽവിലാസത്തിൽ സംഭരിക്കുന്ന വളഞ്ഞ വഴിക്ക് കിട്ടുന്ന പണമല്ലാതെ ഒരു കമ്പനിയും ഉണ്ട് നമുക്ക് കരുതാൻ വയ്യ. ഇപ്പോൾ റിയാസ് പറയുന്നുണ്ട് അവർ ബിടെക്കുകാരിയാണ്, അവർക്കെന്താ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മോളായാൽ ബിസിനസ് നടത്തിക്കൂടെ, മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയാണ് എന്നതുകൊണ്ട് അവർ നടത്തിക്കൂടെ. പക്ഷെ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഇയാൾ മിണ്ടാതെ പോയി. എന്നാൽ ആ കമ്പനിയൊക്കെ എവിടെയാ കാണിച്ചു തരൂ സാറേ, എവിടെയൊന്ന് കാണിച്ചു തരാൻ നോക്കുമ്പോൾ അല്ല, അപ്പോൾ പറയുന്ന മറുപടി എന്താണെന്നറിയാം. അപ്പോൾ ഇങ്ങനെ കുത്തി ചോദിച്ചു പറഞ്ഞ മറുപടി, കമ്പനി തുടങ്ങാൻ എന്നത് അധികാരം ഉള്ളവർക്ക് കമ്പനി പൂട്ടാനും അവകാശമുണ്ടല്ലോ. അപ്പോൾ ഇത് പൂട്ടലും തുറക്കലുമാണ് പണി. അപ്പം കടലാസിൽ മാത്രം മതി, കടലാസിൽ മതി. കാരണം ഇനി ആ കമ്പനിക്ക് ദൗത്യമൊന്നുമില്ല, ആ കമ്പനിക്ക് ഒരു ഏർപ്പാടും ചെയ്യാനില്ല, ട്രാൻസാക്ഷൻ ഇല്ല. കാരണം പിണറായി വിജയൻ്റെ വരുമാനം നിലച്ചു. അപ്പോൾ അന്ന് ഈ പറയുന്ന സ്വപ്ന സുരേഷ് പറഞ്ഞത് ഈ സൂട്ട് കേസിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ സൂട്ട് കേസ് പിന്നെ കാണാതെ പോയി എന്ന് പറയുന്നു. അത് എങ്ങനെയും ഒന്ന് തിരിച്ചെടുത്തു കൊടുക്കണം, അവിടുത്തെ കോൺസുലേറ്റിൻ്റെ അനുമതി സഹായമൊക്കെ വേണമെന്ന് ഈ പറയുന്ന സ്വപ്നയെ സമീപിച്ചു. അങ്ങനെ അവർ ഇടപെട്ട് ഈ ബാഗ് തിരിച്ചു കൊടുത്തു. അന്ന് സ്വപ്ന പറഞ്ഞിരുന്നു അതിൽ നിറയെ കറൻസിയാണ്. ഇപ്പോൾ 80 ലക്ഷം കടത്തിയെന്ന് പറയുന്നതും ഈ കറൻസിയുടെ കാര്യം പറയുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇവര് ഞാൻ വിചാരിച്ചിരുന്ന പോലെ ഒരു മാപ്പുസാക്ഷിയോ ദൃക്സാക്ഷിയോ ഒന്നും അല്ല വീണ തൈക്കണ്ടി. ഗുരുതരമായ രാജ്യവിരുദ്ധ കുറ്റം ചെയ്യലായിരുന്നു ഇവരുടെ പണി. അത് സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല. അങ്ങോട്ട് ഇവിടെ അഴിമതിയായി ക്യാഷായിട്ട് വാങ്ങുക, അഴിമതി പണം, ഇത് UAE കടത്തുക, അതിനല്ലേ ഹവാല എന്ന് പറയുക. ഒന്ന്, അവിടുന്ന് ഇത് വെളുപ്പിക്കാനുള്ള പണി എന്താ? സ്വർണമായിട്ട് ഇങ്ങോട്ട് എത്തിക്കുക, അതിനും ഈ ഡിപ്ലോമാറ്റിക് ചാനൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു UAE എംബസിയിലും UAE കോൺസുലേറ്റിലും ഒക്കെ തന്നെ ഇതിന്റെ പങ്ക് പറ്റുന്ന ഏജന്റുമാരുണ്ടായാൽ മതിയല്ലോ. ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. അതുകൊണ്ട് ഇതായിരുന്നു ഇവരുടെ ഏർപ്പാട്. അതിന് ദുബായിൽ ആളുണ്ട്. അത് വേണമെങ്കിൽ ആങ്ങളെ ആവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം. ഒന്ന് അമേരിക്കയിലേക്ക് നിക്കക്കള്ളിയില്ലാതെ ചികിത്സക്ക് പോകുമ്പോൾ പോലും മൂപ്പര് UAE ഒന്ന് മൂത്രമൊഴിക്കാൻ പോകും. അതിൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഏർപ്പാട്. ഈ UAE കേന്ദ്രീകരിച്ചുകൊണ്ട് UAE മാർഗം കേരളത്തിലെ അഴിമതി പണത്തെ വെളുപ്പിക്കാനുള്ള വഴി എന്താണ്, അത് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ വീണയെ കരുവാക്കിയത്. വീണയെ കരുവാക്കുകയോ വീണയെ ഉപയോഗപ്പെടുത്തുകയോ, അല്ലെങ്കിൽ വീണ അതുകൊണ്ടാണ് ജീവിച്ചു വന്നത്, വീണ അതുകൊണ്ടാണ് പണം സമ്പാദിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മാഷെ, ഇതിനെല്ലാം പിന്തുണയുമായിട്ട് ഒപ്പം നിന്നത് ഈ മുഹമ്മദ് റിയാസ് തന്നെയാണ്. ED പലതവണ വീണയെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ നിന്ന് രാവിലെ വരുന്നു, കൊണ്ടുവിടുന്നു, പിന്നെ റിയാസിനെ കാണുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചു, ഈ മുഹമ്മദ് റിയാസ് എവിടെ? റിയാസ് എന്തുകൊണ്ടാണ് വീണയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്ത വന്നപ്പോൾ പോലും പ്രതികരിക്കാത്തത്? നമുക്ക് ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം വളരെ കൃത്യമായിട്ട് വന്നു. ഈ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ തന്നെ മുഹമ്മദ് റിയാസിന് ഒരു വലിയ റോളുണ്ട്. ഈ റോൾ ഉള്ളത് കൊണ്ടാണ് തൻ്റെ ഭാര്യയുടെ പണം തൻ്റെ സുഹൃത്ത്
സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്? എന്തിനാണ് അവരുടെ ആട് കമ്പനിയിലേക്ക് പണം നിക്ഷേപിച്ചത്? ഇക്കാര്യങ്ങളൊക്കെ അറിയണം. മാത്രവുമല്ല, ഇനി ഈ CPM അവിടെ ഒരു വിശദീകരണ യോഗം നടത്താൻ പോകണേ, രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എല്ലാ നഗരങ്ങളിലും അല്ല, ഈ പ്രത്യേകിച്ച് കോഴിക്കോട്ട് വിശദീകരണ യോഗം ഈ ഒരാഴ്ചക്കുള്ളിൽ നടത്തും. എന്ത് വിശദീകരണം മാഷ പറയാം? അതെ, തീർച്ചയായിട്ടും അവർ എന്ത് വിശദീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഇപ്പൊ വന്ന് ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയനെ ഒന്ന് പ്രതിയാക്കി പിണറായി വിജയനെ സൈഡാക്കി നിർത്തിയാലും മരുമോനുണ്ടല്ലോ എന്നായിരുന്നു ഒരു പ്രതീക്ഷ. കോഴിക്കോടൻ രാഷ്ട്രീയത്തിൽ മുഹമ്മദ് റിയാസിനെ പതുക്കെ യുവരാജാവായി വാഴിച്ചാൽ പാർട്ടിയെ പിടിച്ചു നിർത്താമെന്നൊക്കെയാണ് വിചാരിച്ചത്. അത് സത്യത്തിൽ PV അൻവർ എതിരായി മത്സരിച്ചു എന്നത് ഒറ്റ കാരണം കൊണ്ട്, അൻവറിനേക്കാൾ മോശമായ സ്ഥാനാർത്ഥിയെ UDFന് നിർത്തിക്കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് റിയാസ് രക്ഷപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ റിയാസ് പിണറായിയേക്കാൾ അപകടകാരിയാണ്. അത് പണ്ടേ പറഞ്ഞവരുണ്ട് കേട്ടോ. ആദ്യം അത് സ്വന്തം സർക്കിൾ പറഞ്ഞ ആള് സാക്ഷാൽ VS അച്യുതാനന്ദനാ. ആ പയ്യനെ സൂക്ഷിക്കണം എന്ന്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണല്ലോ റിയാസ്. ആ പയ്യനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവന് ഈ പറഞ്ഞ കളങ്കിതരുമായിട്ടാണ് അവന് ബന്ധമുള്ളത്. അത് കൃത്യമായിട്ട് VS ആണ്. അപ്പോൾ ദുബായിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ദുബായിൽ അറേബ്യൻ നാടുകളിൽ തൊട്ട് അമേരിക്ക വരെ ഇവിടുത്തെ അഴിമതി പണം കൊണ്ടുപോകാനും അവിടെ നിന്ന് കള്ളക്കടത്തായി ഈ പലതും ഇന്ത്യയിൽ എത്തിക്കാനും ഒക്കെയുള്ള ഒരു വലിയ ചാനലിൻ്റെ സുരക്ഷിതമായൊരു കണ്ണിയായിട്ടാണ് വീണ തൈക്കണ്ടി പ്രവർത്തിച്ചിരുന്നത് എന്ന് കരുതണം. ഒരു പക്ഷേ ആ ചാനൽ ശക്തിപ്പെടുത്താനായിരിക്കണം വീണ തൈക്കണ്ടിയും മുഹമ്മദ് റിയാസും തമ്മിലുള്ള അടുപ്പം പോലും ഉണ്ടായി വന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.